ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഗെയിൻ. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്നല്ലേ? കുറേ നാൾ കൂടിയിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഒരു വണ്ടി എടുക്കണമെന്ന്. അങ്ങനെ ഇന്നാണ് ആ ആഗ്രഹത്തിന്റെ സഫലീകരണം. ഇന്ന് നമ്മൾ വണ്ടി എടുക്കാൻ പോവാ. കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഇന്നത്തേക്ക് അത് കൺഫേം ആയി. നമ്മളത് വീട്ടിലേക്ക് എടുത്തിട്ട് വരാൻ പോകും. സ്കൂളിലും കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് ബൈക്കും അല്ലെങ്കിൽ സൈക്കിളോ ഓടിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലേനു. അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടുമില്ല. എനിക്കത് പഠിച്ച് അത് ലൈസൻസ് ഒക്കെ എടുക്കണം എന്നൊരു ആഗ്രഹം പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹങ്ങളെല്ലാം വന്ന സമയത്ത് ഞാനാണെങ്കിൽ നാട്ടിലും ഇല്ല. പറ്റാത്ത സാഹചര്യത്തിലാണല്ലോ നമുക്ക് പിന്നെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇത്തവണ സാഹചര്യം എല്ലാം അനുകൂലമായി വന്നപ്പോൾ ലൈസൻസ് എടുക്കാനുള്ള ഒരു ആഗ്രഹവും. ലൈസൻസ് എടുക്കേണ്ട കാര്യം ഞാൻ രാജേട്ടനോട് പറഞ്ഞുതരാം. മൂപ്പർ പറഞ്ഞത് വണ്ടി എടുത്തിട്ടോ, അതാകുമ്പോൾ പിന്നെ നിനക്ക് തള്ളി തള്ളി പഠിക്കാലോ. എൻ്റെ ലൈഫിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാൻ പിന്നെ ഷെയർ ചെയ്യുന്നത് മാമനോടാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യവും ഞാൻ മാമനോട് പറഞ്ഞപ്പോൾ മാമൻ പിന്നെ എല്ലാം സെറ്റാക്കി തരാന്നുള്ള ഒരു ഉറപ്പങ്ങ്. അങ്ങനെ ഒരുപാട് ആളോട് ചോദിച്ചും പിടിച്ചും ആക്കിയും പറഞ്ഞും മാമൻ അങ്ങനെ ഒരു വണ്ടി സെറ്റാക്കി. നമ്മൾ ഈ വണ്ടി എടുക്കുന്നത് ധർമ്മടത്തുള്ള TVSന്റെ ഷോറൂമിലാണ്. നല്ല സർവീസാണ് അവരതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി എടുക്കുന്നതെങ്കിലും അവരെനിക്ക് A to Z കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായി. അതുപോലെ തന്നെ ഓരോ വണ്ടീൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവുമല്ലോ, അത് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായി. നമ്മളെടുത്ത വണ്ടി ജൂപ്പിറ്ററിൻ്റെ 110 മോഡലാണ്. 2024 ഇറങ്ങിയ വണ്ടിയാണ് ഇത്. അതിൽ തന്നെ പല കളേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റാർലൈറ്റ് ബ്ലൂ ഈ കളറാണ്. ഒരു പീകോക്ക് ബ്ലൂ കളർ. അത് ഒരു വെയിലെല്ലാം തട്ടുമ്പോൾ ഒരു ഗ്രീനിഷും ആണ്, എന്നാൽ പെട്ടെന്ന് കാണുമ്പോൾ അത് ബ്ലൂ ആണ്. മാറ്റേ വണ്ടീനേക്കാളും എനിക്കിഷ്ടം ഗ്ലോസ് ആയിട്ടുള്ളതായിരുന്നു. അതും ഈ കളർ തന്നെ കിട്ടിയപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, ഈ കളർ തന്നെ അങ്ങ് സെലക്ട് ചെയ്തു. ആക്സസറീസിന്റെ കൂട്ടത്തിൽ അവരെനിക്ക് 2 ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ അതിൽ ബോഡി കവേഴ്സും ക്രാഷ് ഗാർഡുകളും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായി. നമ്പർ പ്ലേറ്റും കാര്യങ്ങളും അവർ തന്നെയാണ് എനിക്ക് സെറ്റാക്കി തന്നത്. ആക്സസറീസിന്റെ മേലെ ആയാലും വണ്ടീന്റെ മേലെ ആയാലും അവരെനിക്ക് നല്ല റിഡക്ഷൻ തന്നിട്ടുണ്ടായിട്ടാ. ഇതാ ഇപ്പൊ എടുത്ത ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ലോങ് ടേം ഗോൾ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നേ. ഞാനത് അധികം വിഷ്വലൈസ് ഒക്കെ ചെയ്യുമായിരുന്നു. അത് എപ്പോഴാണ് നടക്കാന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ അന്നേ ഒരു നോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉദ്ഘാടനം എന്നോളം ഞാൻ വണ്ടി തള്ളി ആയാലും ഷോറൂമിന്റെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടേ. പിന്നെ അവരെനിക്ക് പെട്രോളൊക്കെ അടിച്ചു തന്നു കേട്ടോ. അത്യാവശ്യം വീട് വരെ എത്തണം. കണ്ണൂരെങ്ങാനുള്ള ഞാനിവിടെ ധർമ്മടം വന്ന് വണ്ടി എടുക്കണമെങ്കിൽ ഇവരുടെ കസ്റ്റമർ സർവീസ് എത്ര പൊളിയായിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുമല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൈഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, വിത്ത് മാമൻ. അങ്ങനെ എൻ്റെ ആദ്യത്തെ സ്വന്തമായിട്ടുള്ള വണ്ടിയിലെ ആദ്യത്തെ സവാരിയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നേരെ പെട്രോൾ പമ്പിലേക്കാണ് കേട്ടോ. അത്യാവശ്യത്തിനുള്ള പെട്രോൾ അവർ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ടിയിലൊന്ന് ഫുൾ ടാങ്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇറങ്ങുന്ന സമയത്ത് നമുക്ക് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ദൂരം എത്തിയപ്പോൾ നമുക്ക് നല്ല അടിപൊളി മഴ കിട്ടി. പണ്ടുള്ളവർ പറയാറില്ലേ, പ്രകൃതിന്റെ ബ്ലെസ്സിങ് ആണ് മഴ എന്ന്. ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. വണ്ടി കിട്ടിയ പിറ്റേന്ന് തന്നെ ഞാനും മാമനും കൂടെ അമ്പലത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്ത് ശുഭകാര്യം ചെയ്യുമ്പോൾ ചോക്ലേറ്റ് കഴിക്കണം എന്ന് പറയുന്നത് പോലെ എന്ത് ശുഭകാര്യം ചെയ്യുമ്പോൾ അമ്പലത്തിൽ പോകുന്നതാണ് എൻ്റെ ഹോബി. മഴയില്ലാത്ത സമയത്ത് വണ്ടി എടുത്തിട്ട് വരണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായതാ. അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും വരുന്ന വഴിയിൽ നമുക്ക് നല്ല അടിപൊളി മഴ കിട്ടി. പിന്നെ ദൈവം സഹായിച്ചെന്തോ പൂജിക്കുന്ന നേരത്ത് സ്വിച്ച് ഇട്ട പോലെ മഴ നിന്നിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ എൻ്റെ മതത്തിന്റെ വിശ്വാസവും ആചാരത്തിനും എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. നമ്മളിലേക്ക് വരുന്ന എന്ത് കാര്യം ആയിക്കോട്ടെ, അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം, എന്തും തന്നെ നമ്മളായിട്ട് അട്രാക്ട് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ്. അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്. ഇതിൽ ആ പവറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റൂ. അപ്പം ഞാൻ വേറൊന്നല്ല പറഞ്ഞത്, നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ മാനിഫെസ്റ്റേഷൻസ് ആണ്. എല്ലാവരും അവരവരുടേതായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസിന് വേണ്ടിയിട്ട് സ്മാർട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും എല്ലാവരുടെ ഡ്രീംസും നേടാൻ പറ്റും. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഗണപതിക്ക് ഒരു തേങ്ങയും കൂടെ ഉടച്ച് ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോയിട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും കാണാം. ബൈ.